ഇന്ന് നമ്മൾ ഇമേജസ് ഫോംഡ് ബൈ സ്ഫിറിക്കൽ മിറേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റി യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് മിറർ വേണം. ആ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് അറിയണം. പിന്നെ ഒരു സ്ക്രീൻ വേണം. അതുപോലെ ഒരു ക്യാൻഡിൽ വേണം. ക്യാൻഡിൽ ബേണിംഗ് ക്യാൻഡിലായിരിക്കണം. ഈ ബേണിംഗ് ക്യാൻഡിലിൻ്റെ ഇമേജ് ഫോം ചെയ്യാനാണ് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു ടേബിളുണ്ട്. ടേബിളിൻ്റെ മേലെ സപ്പോർട്ടിങ് സ്റ്റാൻഡിൻ്റെ മേലെ നമ്മൾ കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട്. ആ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവിടുന്ന് എന്ത് ചെയ്യാം, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഫോക്കസും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ സിയും മാർക്ക് ചെയ്യാം. പിന്നെ ഒരു ലൈറ്റഡ് ക്യാൻഡിൽ നമ്മളൊരു സർട്ടൺ പൊസിഷൻ, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിന് ശേഷം ഒരു സർട്ടൺ പൊസിഷനിൽ നമ്മൾ ക്യാൻഡിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീൻ ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുക. അതായത് ഈ മിററിൻ്റെ ക്യാൻഡിലിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതോ ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ക്യാൻഡിലിൻ്റെ ഒരു ഇമേജ് നമ്മൾ സ്ക്രീനിൽ ഫോം ചെയ്യും. ഇതാണ് നമ്മളെ ആക്ടിവിറ്റി. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, സ്ക്രീനിന് കറക്റ്റ് ഇമേജ് ഫോം ചെയ്യുകയാണ്. അതായത് നമ്മളെ സ്ക്രീൻ എപ്പോഴും ഫോക്കസിൻ്റെയും കർവേച്ചറിൻ്റെയും സെൻറ്ററിൽ ഇൻ ബിറ്റ്വീൻ വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഇമേജ് ഫോം ചെയ്യുക, ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്യുക. പിന്നെ ഈ ഇമേജിൻ്റെ ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമേജ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന്. അതുപോലെ തന്നെ ഒരിക്കലും എന്താ പറയുക, എക്സാക്ട് ക്ലിയർ ഇമേജ് അല്ല നമുക്ക് കിട്ടുക, ചെറിയൊരു ഡിമിനിഷ്ഡ് ഇമേജ്. ക്ലിയർ ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത് അല്ല നമുക്ക് ഇവിടെ കിട്ടിയത്, അതായത് ഒരു ചെറിയ ഇമേജാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇത്രയാണ് നമ്മൾ ആക്ടിവിറ്റി ഉള്ളത്. നമുക്ക് ഈ ആക്ടിവിറ്റിയുടെ താഴത്തൊരു ടേബിൾ ഫിൽ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് മാറ്റിയിട്ട്, അതായത് നമ്മളെ ക്യാൻഡിലിൻ്റെ പൊസിഷൻ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഇമേജ് എവിടെയാണ് ഫോം ചെയ്തതെന്ന്, അതായത് സ്ക്രീനിൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാൻഡിലിൻ്റെ പൊസിഷൻ, നമ്മൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ക്യാൻഡിലിൻ്റെ പൊസിഷൻ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ എപ്പോഴും എഫിലാണ് കിട്ടുക, അതായത് ഫോക്കസിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എപ്പോഴും റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. ഇനി ക്യാൻഡിലിൻ്റെ പൊസിഷൻ ബിയോണ്ട് സി, അതായത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബിയോണ്ട് സി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എപ്പോഴും എഫിനും സിക്കും ഇടയിലായിരിക്കും. ആ ഇമേജും എപ്പോഴും റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. അതായത് സ്മോൾ ഉദ്ദേശിച്ച് ക്യാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും ചെറുതായിരിക്കും, തല കുത്തനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്താൽ അങ്ങനത്തെ ഇമേജസിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ സിയിലാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജും എവിടെയാണ് കിട്ടുക, സി തന്നെയാണ് കിട്ടുക. അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈസ് ഇമേജ് ആയിരിക്കും, അതായത് ക്യാൻഡിലിൻ്റെ സെയിം സൈസ് തന്നെ നമുക്ക് ഇമേജ് കിട്ടും. ഇനി നമ്മൾ ഇമേജിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ സിയുടെ എഫിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ബിയോണ്ട് സിയിലാണ് കിട്ടുക. അങ്ങനത്തെ ഇമേജസ് എന്ന് പറയുന്നത് വലിയ ഇമേജസ് ആയിരിക്കും, ഇൻവേർട്ടഡ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ഫോക്കസ് അറ്റ് എഫിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമേജ് കാണാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ അറ്റ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. കാരണം റിഫ്ലക്റ്റഡ് റേസ് എന്തായിരിക്കും, പാരലൽ ആയിട്ടാണ് പോവുക. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും എഫിനും പിക്കും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എപ്പോഴും കിട്ടുക ബിഹൈൻഡ് ദ മിററാണ്. അങ്ങനത്തെ ഇമേജസ് എപ്പോഴും വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. എൻലാർജ്ഡ് ഇമേജ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും, പക്ഷെ നമുക്ക് ആ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റേ ഡയഗ്രംസ് ഇൻ സ്ഫിറിക്കൽ മിറേഴ്സ് ആണ്, അല്ലെങ്കിൽ റേ ഡയഗ്രംസ് ഓഫ് സ്ഫിറിക്കൽ മിറേഴ്സ്. അതായത് സ്ഫിറിക്കൽ മിറേഴ്സിൽ നമ്മൾ എങ്ങനെ റേ ഡയഗ്രംസ് വരയ്ക്കാൻ പോകുന്നതെന്നാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും സ്ഫിറിക്കൽ മിറേഴ്സിൻ്റെ റേ ഡയഗ്രംസ് വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് സ്പെഷ്യൽ കേസസ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മളൊരു കോൺകേവ് മിറർ എടുത്തു. എൻ്റെ കോൺകേവ് മിററാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ആക്സിസ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ OA എന്നുള്ള ഒരു ലൈറ്റ് റേനെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ OA എന്നുള്ള ലൈറ്റ് റേ എൻ്റെ മിററിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് റേ എന്ത് ചെയ്യും, ഫോക്കസിലൂടെ കടന്നു പോകും. എന്നിട്ട് ഞാൻ CA എന്നൊരു നോർമൽ ലൈറ്റ് റേക്ക് എതിരെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും കിട്ടും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കിട്ടും. ഇത്രയാണ് എൻ്റെ ബേസിക് കൺസെപ്റ്റ്.
സിംപ്ലി എന്താ ഉദ്ദേശം വെച്ചാൽ ഒരു മിററിൽ വന്ന് നമ്മൾ ലൈറ്റ് റേ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നോർമൽ വരച്ച ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കിട്ടും. ഇത്രയും പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ കേസസ് പഠിക്കുന്നത്. ഫസ്റ്റ് ആ സ്പെഷ്യൽ കേസസ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഡീറ്റെയിൽ ആയിട്ട് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിൻ്റെയും ഡിഫറെൻറ്റ് ഓരോ ടൈമിലുള്ള, അതായത് ഫോക്കസിൻ്റെയും ഇടയിൽ വെച്ചാലോ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ഒബ്ജക്ട്സിന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനത്തെ ഇമേജാണ് കിട്ടുക, ഏത് പൊസിഷനിലാണ് ഇമേജ് കിട്ടുക എന്ന് റേ ഡയഗ്രാംസ് വെച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിററിലേക്ക് റേസ് എന്ത് ചെയ്യാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ ആ റേ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മളെ മിറർ. കോൺകേവ് മിററിലേക്ക് പ്രിൻസിപ്പൽ ആക്സിസ്, ഇതാണ് നമ്മളെ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് നമ്മളെ മിററിലേക്ക് റേ വന്ന് വരുവാണെങ്കിൽ നമ്മളെ മിററിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കോൺകേവ് മിററിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഫോക്കസിലൂടെ കടന്നു പോകും. ഇതാണ് കോൺകേവ് മിററിൽ ഫസ്റ്റ് പഠിക്കുന്ന നമ്മളെ കേസ്. ഇനി ഇതേ കേസ് നമ്മൾ കോൺവെക്സ് മിററിൽ കൺസിഡർ ചെയ്ത് നോക്കിയേ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേ വരുന്നത്. അതെന്ത് ചെയ്യും, മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. നമുക്കറിയാം ഇവിടെ ഏത് കേസാണ്, വെർച്വൽ ഇമേജസ് ആണ് എപ്പോഴും ഫോം ചെയ്യുക. അതായത് മിററിൻ്റെ ബിഹൈൻഡിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ടച്ച് ചെയ്ത പോർഷൻ എന്ത് ചെയ്യുക, ഈ സ്ട്രെയിറ്റ്, അതായത് റിഫ്ലക്റ്റഡ് റേനെ പാരലലി അതേപോലെ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫോക്കസിൽ ഇത് വന്ന് മീറ്റ് ചെയ്യുന്നത് കാണാം. ഇത് വെർച്വൽ ആണ്, റിയൽ അല്ല. ഇനി നമ്മൾ സെക്കൻഡ് കേസിലേക്ക് കടക്കാം. ഇനി നമ്മൾ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റേ വരുന്നത് ഏതെങ്കിലും ഒരു ആംഗിളിലൂടെയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ വന്നിട്ട് നമ്മൾ പ്രിൻസിപ്പൽ ഓഫ് ഫോക്കസിൻ്റെ ഉള്ളിലൂടെ ടച്ച് ചെയ്ത് പോവുക. നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ റേ എന്ത് ചെയ്യാണ്, പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. കടന്നിട്ട് നമ്മൾ മിററിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് പോവുക. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ തേർഡ് കേസ് എന്ന് പറയുന്നത്, നമ്മൾ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നത് എന്താണ്, കോൺകേവ് മിററിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് കോൺവെക്സ് മിററിൻ്റെ കേസിലാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ റേ എങ്ങനെയാണ് വരുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു വരുന്ന രീതിയിൽ, അതായത് വെർച്വൽ ആയതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. വരുവാണെങ്കിൽ നമ്മളെ ഇമേജ് എന്ത് ചെയ്യും, നമ്മളെ കോൺവെക്സ് മിററിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇത് കടന്നു പോകും. അതായത് നേരത്തെ പറഞ്ഞ, അതായത് ഫസ്റ്റ് കേസിനെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സെക്കൻഡ് കേസിലും വരുന്നത്. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ഫോർത്ത് കേസ്. ഫോർത്ത് കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റേ വരുന്നത് എങ്ങനെയാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്തിട്ടാണ്. ആ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ നമ്മൾ റേസ് പാസ് ചെയ്യുന്ന സമയത്ത് മിററിൽ തട്ടിയിട്ട് അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതേ പാത്താണ് എന്ത് ചെയ്യുക, റീട്രേസ് ചെയ്ത് നമ്മൾ റേസ് കടന്നു പോവാം. ഇനി ഇതേ കേസ് നമ്മൾ കോൺവെക്സ് മിററിൽ വന്നാലും സെയിം കേസ് തന്നെയാണ്. നമ്മൾ റേ എന്ത് ചെയ്യാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരികയാണെങ്കിൽ നമ്മൾ മിററിൽ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, തിരിച്ച് അതേ പാത്ത് എന്ത് ചെയ്യും, റീട്രേസ് ചെയ്തു പോകും. അതായത് അതേ പാത്തിലൂടെ തിരിച്ചത് കടന്നു പോകും. ഇനി നമ്മൾ സിക്സ്ത് കേസിലേക്ക് പോവാം. ഇതാണ് നമ്മൾ സിക്സ്ത് കേസ് എന്ന് പറയുന്നത്. സിക്സ്ത് കേസിൽ എങ്ങനെ റേ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ റേ വരെ എപ്പോഴും പോളിലൊക്കെ ആയിരിക്കും. ഡയറക്റ്റായിട്ട് പോളിൽ വന്ന് ടച്ച് ചെയ്യും. പോളിൽ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഒരു സർട്ടൺ ആംഗിളിൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അത് ഒരിക്കലും കർവേച്ചറിലൂടെ അല്ലെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകില്ല. ഇതേ കേസ് തന്നെയാണ് നമ്മൾ കോൺവെക്സ് മിറർ പറയുന്ന സമയത്തും പോളിൽ വന്ന് ടച്ച് ചെയ്യുന്നത് അതേ ആംഗിളിൽ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് പോവുള്ളൂ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതെല്ലാ കേസിലും ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ 6 കേസസും ക്ലിയർ ആണല്ലോ. ഇപ്പം ഞാൻ റേ ഡയഗ്രാംസിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ടാബ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. നമ്മൾ റേ വരുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഫോക്കസിലൂടെ പാസ് ചെയ്യും 2 കേസിലും. അതേപോലെ തന്നെ റേസ് നമ്മളെ ഫോക്കസിൽ നിന്ന് വരുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുക, കോൺവെക്സ് മിററിൽ ഫീൽ ചെയ്യുക. ഇനി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് നമ്മൾ ഇമേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ നമ്മൾ കോൺവെക്സ് മിററിലും സെയിം കേസ് തന്നെയാണ്, പാരലലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പാരലലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇനി നമ്മളെ ഇമേജ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പാത്ത് എന്ത് ചെയ്യും, റീട്രേസിങ് കോൺവെക്സ് ആയാലും ശരി കോൺകേവ് ആയാലും ശരി സെയിം ആണ്.
ഇനി ഇതുപോലെ തന്നെ പോളിന് ഒരു ആംഗിൾ, സർട്ടൺ ആംഗിളിലാണ് നമ്മളെ റേ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതേ ആംഗിൾ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. കോൺകേവ് ആയാലും ശരി, കോൺവെക്സ് ആയാലും ശരി, ഇതേ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുക. ഇത്രയും കേസസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റേ ഡയഗ്രാംസ് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇമേജ് ഇൻ കോൺകേവ് മിററാണ്. അതായത് കോൺകേവ് മിററിൽ നമ്മൾ ഇമേജ് ഫോം ചെയ്യുന്ന റേ ഡയഗ്രാമും അതിൻ്റെ ആ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസുമാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. അതായത് നമ്മൾ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നത്, ഇൻഫിനിറ്റിയിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇമേജിനെ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കൺസിഡർ ചെയ്യുക പാരലായിട്ടൊരു റേസ് പോകുന്നതാണ്. അപ്പോൾ പാരലായിട്ട് എന്ത് ചെയ്യാണ്, ഒരു റേ പോകുന്നുണ്ട്. അതെന്ത് ചെയ്യും, നമ്മളെ ഫോക്കസിലൂടെ കടന്നു പോകും. അതേപോലെ തന്നെ താഴെ കൂടിയും പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരും, ഒരു റേ വരും. അതെന്ത് ചെയ്യും, നമ്മൾ ഫോക്കസിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ രണ്ട് റേസും ഫോക്കസിൽ വെച്ചാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ് ഫോം ചെയ്യുക, ഫോക്കസിലാണ് ഫോം ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, പൊസിഷൻ ഓഫ് ഇമേജ് ഇസ് അറ്റ് എഫ്. അതേപോലെ ഇനി നമ്മൾ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. നമുക്കറിയാം കോൺകേവ് മിറേഴ്സ് എപ്പോഴും റിയൽ ഇമേജസ് ആണ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. ഈ ഫോം ചെയ്യുന്ന ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തല കുത്തനെ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഏരോ ആണ് കൺസിഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജ് എപ്പോഴും എങ്ങനെയാണ് ഫോം ചെയ്യുക, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുക. അതുപോലെ തന്നെ അതെന്തായിരിക്കും, സ്മോൾ ഇൻ സൈസ് ആയിരിക്കും, അതായത് ഡിമിനിഷ്ഡ് ആണ്, റിയൽ ഇമേജ് ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് ബിയോണ്ട് സി, അതായത് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിന് ശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് OB എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു റേ കൺസിഡർ ചെയ്യുക. അതെന്ത് ചെയ്യും, നമ്മൾ ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഒരു റേനെ കൺസിഡർ ചെയ്യാം. അതെന്ത് ചെയ്യും, അതേ പാത്ത് റീട്രേസ് ചെയ്യും. അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് റേയും സെക്കൻഡ് കേസിൽ റിഫ്ലക്റ്റഡ് റേയും എവിടെ വെച്ചാണോ കൂട്ടിമുട്ടുന്നത്, അതായത് ഇവിടെ ഈ M എന്നുള്ള പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുന്നു, അവിടെ എന്ത് ചെയ്യും, നമ്മളെ ഇമേജ് ഫോം ചെയ്യും. ഈ ഇമേജ് എന്താണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, നമ്മൾ ഒബ്ജക്റ്റിനേക്കാൾ എന്താണ്, സ്മോൾ ഇൻ സൈസ് ആണ്. ഇനി ഒബ്ജക്റ്റ് അറ്റ് സിയിൽ വെച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ് അടുത്ത കേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റിന് സിയിലാണ് പ്ലേസ് ചെയ്യുന്നത്, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന് പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഫസ്റ്റ് റേ കൺസിഡർ ചെയ്യുക. അത് ഫോക്കസിലൂടെ കടന്നു പോകും. സെക്കൻഡ് എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു റേനെ കൺസിഡർ ചെയ്യുക. അതെന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് പോവുക. എന്നിട്ട് ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേയും എവിടെ വെച്ചാണോ കൂട്ടിമുട്ടുന്നത് അവിടെ നമ്മൾ ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് സി ആണെങ്കിൽ നമ്മൾ ഇമേജും എവിടെയാണ് കിട്ടുന്നത്, സി തന്നെയല്ലേ കിട്ടുന്നത്, കണ്ടില്ലേ. അതേപോലെ തന്നെ ഈ OBയും MCയും എന്താണ്, ഈക്വൽ ഇൻ സൈസ് അല്ലേ, അതായത് സെയിം സൈസുള്ള ഇമേജാണ് നമുക്ക് എന്ത് കിട്ടുക, ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെച്ചാൽ കിട്ടുക. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, തല കുത്തനെയാണല്ലോ, നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റുമല്ലോ. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെയാണ് വെക്കുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഫോക്കസിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. OB എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. ഫസ്റ്റ് കേസ് എല്ലാത്തിലും പോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റേസിനെ കൺസിഡർ ചെയ്യുക. അത് ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത് എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു റേനെ കൺസിഡർ ചെയ്യുക. അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും കൂട്ടിമുട്ടുന്നത് പോയിന്റ് എവിടെയാണ് നോക്കുക, അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മളെ ഇമേജ് ഫോം ചെയ്യുക. ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കൂടുതലല്ലേ, അതായത് നമുക്ക് എൻലാർജ്ഡ് ഇമേജ് ആണ് കിട്ടുക, ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുക, റിയൽ ഇമേജ് ആണ് കിട്ടുക. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ റേ ഡയഗ്രാംസ് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മളെ അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് എഫ് ആണ്. അതായത് നമ്മൾ എവിടെ ഒബ്ജക്റ്റിന് പ്ലേസ് ചെയ്യുന്ന, അറ്റ് എഫിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റിന് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കേസ് എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ കൺസിഡർ ചെയ്യുക. കോൺകേവ് മിററിൽ ടച്ച് ചെയ്യും. അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് എന്ത് ചെയ്യും, നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വരുന്ന റേസ് എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. അതായത് ഇവിടെ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റ്ലി ഇമേജ് ഫോം ചെയ്യാമെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അസ്യൂം ചെയ്തെടുക്കുക. പാരലൽ റേസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇവരൊരിക്കലും കൂട്ടിമുട്ടാൻ പോകുന്നില്ല.
സോ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റ് അറ്റ് എഫ് ആണെങ്കിൽ ഇമേജ് ഇസ് ഓൾവേസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇനി നമ്മൾ ആറാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എവിടെയാണ്? ഒബ്ജക്റ്റ് എഫിനും പിനും ഇടയിൽ. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നോക്കിയാൽ എഫിനും പിനും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുക. ഫസ്റ്റ് കേസ് എന്ത് ചെയ്യാണ്? നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേനെ കൺസിഡർ ചെയ്യുക. അത് ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത് എന്ത് ചെയ്യാണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഉള്ള ഒരു റേനെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെന്ന് കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? നമ്മളെ മിററിൻ്റെ ബാക്കിലാണ് അല്ലേ? അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു റിയൽ വെർച്വൽ ഇമേജ് ആണ്. കാരണം നമ്മളെ മിററിൻ്റെ ബാക്കിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. എൻലാർജ്ഡ് ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്, ഇൻവേർട്ടഡ് അല്ല അല്ലേ? അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കേസ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. നമ്മൾ ഒബ്ജക്റ്റിനെ ഫോക്കസിൻ്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെയും ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ കിട്ടുക? ഒരു വെർച്വൽ ഇമേജാണ് കിട്ടുക. കോൺകേവ് മിറർ ആകെ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ശ്രദ്ധിച്ചു വെക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇമേജസ് ഫോംഡ് ബൈ കോൺവെക്സ് മിറേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കോൺവെക്സ് മിററിൽ ആകെ നമുക്ക് ഒരു കേസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് നമ്മൾ കോൺവെക്സ് മിറേഴ്സിൽ ഇമേജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യണം? ബിഹൈൻഡ് ദ മിറർ പ്ലേസ് ചെയ്യണം. ഈ ബിഹൈൻഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇമേജ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഇതിന് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു റേനെ കൺസിഡർ ചെയ്യുക. അതെപ്പോഴും എന്ത് ചെയ്യും? മിററിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന പാത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫോക്കസിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക. അതായത് ആ ഒരു റേ നമുക്ക് ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്യും. രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിന് വരുന്ന പോലെ അസ്യൂം ചെയ്യാണ്. കാരണം വെർച്വലാണ്. അപ്പോൾ ആ പാത്ത് തന്നെ എന്ത് ചെയ്യും? റീട്രേസ് ചെയ്തു പോകും. ഇനി നമ്മൾ ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ നമുക്ക് കൂട്ടിമുട്ടുന്നത് അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇമേജ് ഫോം ചെയ്യും. എപ്പോഴും കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോം ചെയ്യുക പിൻ്റെയും എഫിൻ്റെയും നടുവിലായിരിക്കും. നമുക്ക് ഇവിടെ കാണാം IM എന്നുള്ളതാണ് എന്ത്? നമ്മളെ ഇമേജ്. ഇമേജിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ കോൺവെക്സ് മിറേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? വെർച്വൽ ഇമേജസേ ഫോം ചെയ്യുള്ളൂ. അതും ഇറക്റ്റ് ആയിരിക്കും. അതേപോലെ ഒബ്ജക്റ്റിനേക്കാളും സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. കോൺവെക്സ് മിറേഴ്സ് എപ്പോഴും വെർച്വൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ. ഈ പോളിന്, അതായത് നമ്മൾ കോൺവെക്സ് മിറേഴ്സിൽ എപ്പോഴും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് ബിഹൈൻഡ് ദ മിററാണ്. അതുപോലെ തന്നെ ഇമേജസ് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ? പോളിനും ഫോക്കസിനും ഇടയിൽ ഫോം ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം.